നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഓസ്ട്രേലിയയും ബംഗ്ലാദേശും തമ്മിൽ ഡാർവിനിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റിൻ്റെ 3-ാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയയെ കളി തിരികെ പിടിക്കാൻ വളരെ വലിയ രൂപത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, ബംഗ്ലാദേശിന് തന്നെയാണ് ഇപ്പോഴും വ്യക്തമായ മേൽക്കൈ ഉള്ളത്. നാളത്തെ ദിവസം അതിക്രൂഷ്യലായിരിക്കും. ഇപ്പോൾ 3-ാം ദിവസത്തെ സ്റ്റംസിൻ്റെ സമയത്ത് ഓസ്ട്രേലിയ 4 വിക്കറ്റിന് 161 എന്ന നിലയിലാണ് രണ്ടാം ഇന്നിങ്സിൽ. ആദ്യ ഇന്നിങ്സിൽ അവർ 228 റൺസിൻ്റെ ലീഡ് വഴങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റിൽ അവർ ബംഗ്ലാദേശിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സ് സ്കോറിനേക്കാൾ 67 റൺസ് പുറകിലാണ്. ആ റൺ അടിച്ചിട്ട് വേണം ഇനി ബംഗ്ലാദേശിന് മുന്നിലേക്കൊരു ലക്ഷ്യം വെച്ചു കൊടുക്കാൻ. ഏതായാലും ആദ്യ ഇന്നിങ്സിൽ ഓസ്ട്രേലിയ 198 റൺസിന് ഓൾ ഔട്ട് ആയിരുന്നല്ലോ. ബംഗ്ലാദേശിൻ്റെ ഇന്നിങ്സ് ഇന്ന് 426 റൺസിൽ അവസാനിക്കുകയാണ് ചെയ്തത്. ബംഗ്ലാ ഇന്നിങ്സിലെ താരം ഒരു സംശയവും വേണ്ട, അത് തൻസീദ് ഹസൻ തന്നെയാണ്. അദ്ദേഹം ഇന്നലെ സെഞ്ചുറി അടിച്ചിരുന്നു, 101 റൺസ്. മൊമിൻ ലക്കിൻ്റെ വക 49 റൺസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ നായകൻ ഷാൻഡോ 84 റൺസും മുഷ്ഫിഖുർ റഹീം 36 റൺസും അടിച്ചിരുന്നു. മെഹദി ഹസൻ മിറാസാണ് ലോവർ ഓർഡറിൽ പിന്നെ കോൺട്രിബ്യൂട്ട്. അദ്ദേഹത്തിൻ്റെ വക 65 റൺസ് ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയക്ക് വേണ്ടി ജോഷ് ഹേസൽവുഡ് 6 വിക്കറ്റുകൾ പിഴുതു. അതേസമയം സ്റ്റാർക്ക് 2 വിക്കറ്റും പാറ്റ് കമിൻസും നഥാൻ ലിയോണും ഓരോ വിക്കറ്റും എടുത്തു. അങ്ങനെ 228 റൺസിൻ്റെ കടവുമായി രണ്ടാം ഇന്നിങ്സിന് ഇറങ്ങിയ ഓസ്ട്രേലിയക്ക് തുടക്കത്തിൽ തന്നെ മഹമ്മൂദ് ഹസൻ പണി കൊടുത്തു. കഴിഞ്ഞ ഇന്നിങ്സിൽ ഹസൻ മഹമ്മൂദ് 2 വിക്കറ്റ് എടുത്തിരുന്നെങ്കിൽ 6 വിക്കറ്റ് എടുത്തിരുന്നെങ്കിൽ ഇപ്പോഴിതാ ഓസ്ട്രേലിയയുടെ ഈ ഇന്നിങ്സിൽ 4 വിക്കറ്റ് വീണതിൽ 2 വിക്കറ്റും അദ്ദേഹത്തിന് തന്നെയാണ്. തുടക്കത്തിൽ തന്നെ വെതറാൾഡിനെ ഡക്കായിട്ട് ഹസൻ മഹമ്മൂദ് പറഞ്ഞു വിട്ടു. എന്നാൽ ട്രാവിസ് ഹെഡും ലബുഷേനും ചേർന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ സ്കോർ ബോർഡിൽ 37 റൺസ് എത്തി നിൽക്കവേ ട്രാവിസ് ഹെഡും ഹസൻ മഹമ്മൂദിൻ്റെ പന്തിൽ ബൗൾഡായിട്ട് മടങ്ങി. 35 പന്തിൽ അദ്ദേഹം 17 റൺസാണ് അടിച്ചു. പിന്നെ ലബുഷൈനും സ്മിത്തും ചേർന്നുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. 73 റൺസിലേക്ക് സ്കോർ എത്തി നിൽക്കുമ്പോൾ തെജുൽ ഇസ്ലാമിൻ്റെ പന്തിൽ ലബുഷൈൻ മടങ്ങി. കഴിഞ്ഞ ഇന്നിങ്സിലെ പോലെ തന്നെ സ്മിത്ത് ടീമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയായിരുന്നു. ഒപ്പം ക്യാമറൺ ഗ്രീനും നല്ല രൂപത്തിൽ തന്നെ നിന്നു. പക്ഷേ സ്കോർ ബോർഡ് 122 എത്തി നിൽക്കവേ സ്മിത്ത് മടങ്ങി. സ്മിത്തിനെ മെഹദി ഹസൻ മിറാസ് കോട്ടൺ ബൗൾ ചെയ്ത് മടക്കിയായിരുന്നു. 88 പന്തിൽ 44 റൺസാണ് അടിച്ചത്. പിന്നീട് അലക്സ് ക്യാരിയും ക്യാമറൺ ഗ്രീനും ചേർന്നുകൊണ്ട് ഇന്നത്തെ ദിവസം അങ്ങ് കംപ്ലീറ്റ് ചെയ്യുകയായിരുന്നു. 86 പന്തിൽ നിന്ന് 43 റൺസുമായിട്ട് ഗ്രീനും 50 പന്തിൽ നിന്ന് 19 റൺസുമായിട്ട് അലക്സ് ക്യാരിയും ക്രീസിലുണ്ട്. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ഭഗീരഥ പ്രയത്നം തന്നെ വേണം. ഈ കളി അവരെ ഒരു വിന്നിംഗ് പൊസിഷനിലേക്ക് എത്തിക്കണമെങ്കിൽ ഇനി വരാനുള്ള വെബ്സ്റ്ററും പാറ്റ് കമിൻസും മിച്ചൽ സ്റ്റാർക്കും ഒക്കെ ബാറ്റ് കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷ. നല്ലൊരു ലക്ഷ്യം ബംഗ്ലാദേശിന് മുന്നിലേക്ക് വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ ഓസ്ട്രേലിയൻ മണ്ണിൽ ചരിത്രം കുറിക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. നിലവിൽ എന്തായാലും മേൽക്കൈ ബംഗ്ലാദേശിന് തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.